സ്റ്റുഡൻസ് വേ ടു എക്സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ്, ഈ രണ്ട് രീതികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആഗമന രീതി, സവിശേഷമായ കേസുകൾ പഠിച്ച് പൊതുപ്രസ്താവനയിലെത്തുന്ന രീതിയാണ് ആഗമന രീതി എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും പ്രത്യേകതയുള്ള കേസുകൾ പഠിച്ച് പൊതുപ്രസ്താവനയിലേക്ക് എത്തുന്നു. ആഗമന രീതിയിൽ നിരീക്ഷണം നടത്തലും സാമാന്യവൽക്കരണം നടത്തലുമാണ് രണ്ട് പ്രക്രിയകളായിട്ട് കാണപ്പെടുന്നത്. രണ്ട് പ്രക്രിയയാണ് അതിലുള്ളത്. അതിലൊന്ന് നിരീക്ഷണം നടത്തുകയാണ്, രണ്ടാമത്തത് സാമാന്യവൽക്കരണത്തിലേക്ക് എത്തലാണ്. ഇനി രണ്ടാമത്തത് നിഗമന രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡാണ്. നേരെ ആഗമന രീതിയുടെ ഓപ്പോസിറ്റാണ്. പൊതുവായതിൽ നിന്ന് സവിശേഷമായ ഒരു കണ്ടെത്തലുകൾ നടത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യുക്തിസഹമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുമ്പം എല്ലാ മനുഷ്യരും നശ്വരരാണ്, രാജു ഒരു മനുഷ്യനാണ്. ഇതാണ് ഇവിടെ എക്സാമ്പിൾ. അപ്പോൾ അതിൽ എല്ലാ മനുഷ്യരും നശ്വരരാണ് എന്നുള്ളത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നിന്ന് നമ്മൾ രാജുവിനെ മാത്രം എടുത്തിട്ട് പറയുകയാണ് രാജു നശ്വരനാണ്. അപ്പോൾ ഇതാണ് ഡിഡക്റ്റീവ് മെത്തേഡും അതുപോലെ ഇൻഡക്റ്റീവ് മെത്തേഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.